ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി നടി പത്മപ്രിയ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതുകൊണ്ടാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതെന്നും പറഞ്ഞ പത്മപ്രിയ അമ്മ എന്ന സംഘടനയ്ക്ക് തലയും നട്ടലും ഒന്നും ഇല്ല എന്ന് പരിഹസിക്കുകയാണ്. എന്തുകൊണ്ടാണ് 4.5 വർഷത്തോളം സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ നിന്നതെന്നും പത്മപ്രിയ ചോദിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത കൈവന്നിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ ചുവട് പിടിച്ച് കൂടുതൽ നടിമാർ താരങ്ങൾക്കെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു വേളയിലാണ് പത്മപ്രിയയുടെ പ്രതികരണം. മുൻനിര താരങ്ങൾ ഉൾപ്പെടെ നിലവിൽ ഈ കൂട്ടത്തിൽ ആരോപണ വിധേയരായവരുണ്ട്. അതിനിടെ തനിക്കും മലയാള സിനിമയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുകയാണ്. എനിക്കൊരു 25-26 വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു, ഇത്രയും വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അമ്മ സംഘടനയുടെ എതിരായ വിമർശനം കൂടുതൽ കടുപ്പിക്കുകയാണ് ഈ താരം ചെയ്തത്. അമ്മയിലെ കൂട്ടരാജി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവർ പറയുന്നു. ആരൊക്കെ നിഷേധിച്ചാലും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. വെറും ഒരു ലൈംഗിക ആരോപണം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെ സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത്. പവർ ഉള്ളതുകൊണ്ടാണ് ലൈംഗിക അതിക്രമം നടക്കുന്നത് എന്ന് പത്മപ്രിയ പറയുകയാണ്. ഹേമ കമ്മിറ്റിയെ നിയമിച്ച സർക്കാർ തീരുമാനം ശരിവെക്കുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയ നടപടി അവർ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത്. 4.5 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് സർക്കാർ വിശദീകരിക്കണം. അതിനുശേഷം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതുമാത്രം പോരാ എന്നാണ് പത്മപ്രിയ ആവശ്യപ്പെടുന്നത്. അമ്മയ്ക്ക് തലയും നട്ടലും ഇല്ല എന്ന് താരം പറയുകയുണ്ടായി. അതേസമയം സംഘടനയിലെ മുതിർന്ന ഭാരവാഹികൾക്കെതിരെ ഉൾപ്പെടെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്. ജനറൽ സെക്രട്ടറി സിദ്ദീഖും ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, മുതിർന്ന അംഗങ്ങളായ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, മുകേഷ് എന്നിവരും ആരോപണം നേരിട്ടിരുന്നു.